തലസ്ഥാനം BJP പിടിച്ചെടുത്തതിന് ശേഷം വലിയ കോലാഹലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം ശ്രീലേഖയുടെ വിഷയമൊക്കെ MLA ഓഫീസിൽ കയറിയ വിഷയമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ശബരിനാഥ് VK പ്രശാന്തിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയാണ്. അതായത് BJP പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി വച്ചുകൊണ്ടുള്ള ശബരിനാഥിന്റെ രംഗപ്രവേശനം കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലസ്ഥാനത്ത് പോര് കടുക്കുമ്പോൾ എന്തായിരിക്കും കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ CPM-ന്റെ ഒക്കെ ഒരു നിലപാട്? CPM-ന്റെ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു CPM പൊളിഞ്ഞല്ലോ. ഇപ്പം CPM കാണിച്ചതിനകത്ത് ശരിയും ശരിയേടും മാധ്യമം നേരിട്ട് ചർച്ച ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇത് ആർക്കിടെ ഓഫീസ്, അവിടെ ഇരിക്കാൻ ഈ ഓഫീസ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ അധികാരമുള്ള കൗൺസിലർക്കാണ്. അല്ലെങ്കിൽ കൗൺസിലർക്ക് വേണ്ടി അത് പറഞ്ഞു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാം. അതിനകത്ത് കയറി MLA കയറി അല്ലെങ്കിൽ വാടക കൊടുത്തിരിക്കുന്നു, അവരുടെ സ്വാധീനം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൗൺസിലർക്ക് അത് സാധ്യമല്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രീതിയിലെ വാർത്ത തന്നെ. അതായത് കൗൺസിലർ പറഞ്ഞ കാര്യം ശരി, ഇന്നലെ വാർത്തകളെല്ലാം അങ്ങനെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, MLA-ക്ക് വേറെ എവിടെ വേണമെങ്കിലും ഇരിക്കാൻ അതിനെ അനുവദിക്കുന്ന MLA-ക്ക് റൂമിന് വേണ്ടി അലവൻസ് ഉണ്ട്, അലവൻസ് വലിയ വലിപ്പത്തിലുണ്ട്. ഇവർക്ക് ഇരിക്കാൻ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, വാർഡിനകത്ത് ഇരിക്കാൻ. അപ്പോൾ അത് ഇതിനകത്ത് ഇപ്പം കോൺഗ്രസ് നേതാവ് ശബരിനാഥ് പറയുന്നത് അതാണ്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായത്, നല്ലൊരു ഓഫീസ് എനിക്ക് ഇരിക്കാനില്ല. ആ വാർഡിൽ അത്തരത്തിൽ ഓഫീസുകൾ ഉണ്ടാവണം. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു വാർഡിൽ അത്തരത്തിൽ ഓഫീസുകളുണ്ട്. ആ ഓഫീസ് പോലും MLA കയറി ഇരുന്നിട്ട് അവിടുന്ന് അതൊന്ന് മാറിത്തരുമോ എന്ന് മാന്യമായിട്ട് ചോദിക്കുമ്പോൾ അതിനകത്ത് വേറെ രാഷ്ട്രീയം കലർത്തി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിനകത്ത് ഇരുന്ന കോൺഗ്രസിൻ്റെ MLA ആണ്, എനിക്കൊന്ന് 15 ആണോ 10 ആണോ 15 മൂന്നാമത്തെ ടേൺ എനിക്ക് ഒരുപക്ഷെ MLA ആയിട്ട് ഇരിക്കുമ്പോഴാണ് അയാൾ ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. ആരാ? കെ മുരളീധരൻ്റെ ഓഫീസ് എവിടെയായിരുന്നു അറിയാമോ? MLA ക്വാർട്ടേഴ്സിലാണ്. ഞാൻ പോയിട്ടുണ്ടാവും. കാരണം സാധാരണ ഓഫീസിനെക്കാട്ടിൽ അയാൾ വിപുലമായിട്ട്, സാധാരണ 2 അല്ലെങ്കിൽ 1 കമ്പ്യൂട്ടറൊക്കെ വെച്ചാണ് ഓഫീസിൽ ആൾക്കാർ വരുമ്പോഴുള്ള കാര്യങ്ങൾ. 4 കമ്പ്യൂട്ടർ വെച്ചിട്ട് വളരെ ഏറ്റവും ജനകീയനായിട്ട് അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും കുറച്ച് സമയം അവിടെ നിൽക്കാനും അവരുടെ കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നടത്താനും വേണ്ടിയുള്ള ഇരട്ടി അല്ലെങ്കിൽ വലിയ വിശാലമായിട്ടുള്ള ഓഫീസ്. ഇത് MLA ക്വാർട്ടേഴ്സിലായിരുന്നു. വട്ടിയൂർക്കാവിലുള്ള MLA-ക്ക് അയാളുടെ ഓഫീസ് MLA ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെ നടത്താം. അതേസമയം സിനുവിൻ്റെ നാട്ടിൽ MLA-ക്ക് അത് പറ്റത്തില്ല. സിനുവിൻ്റെ നാട്ടിൽ തന്നെ വേണം, തിരുവനന്തപുരത്തൊക്കത്തില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഈ വട്ടിയൂർക്കാവിൽ നിന്നുള്ള MLA-ക്ക് MLA ക്വാർട്ടേഴ്സിൽ MLA ഓഫീസ് വെച്ചാലും പ്രവർത്തിക്കാം. അത്രയും വലിയ ഗുണമുണ്ട്. കാരണം ആ നിയോജകമണ്ഡലത്തിനകത്താണ് വരുന്നത്. ബാക്കിയുള്ള MLA-മാർക്ക് അവരുടെ നാട്ടിൽ ഓഫീസ് ഉണ്ടാവണം. അപ്പം അതിനെ മറികടന്ന് ഈ പറയുന്ന പോലെ ശാസ്ത്രമംഗലത്ത് ഓഫീസ് ഇരുന്നോട്ടെ, അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് ആയിരിക്കും അവിടെ വെച്ചിരുന്നത്. പക്ഷേ ഇപ്പം അവിടുത്തെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതി ശ്രീലേഖ വന്നപ്പോൾ ആ ഓഫീസ് നിങ്ങൾ എടുത്തിരിക്കുന്നു, എത്രയും പെട്ടെന്ന് വേറെ ഒരു മാർഗം കണ്ടെത്തി എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പം അതിനകത്ത് ധാർഷ്ട്യമുണ്ട്, അല്ലെങ്കിൽ BJP വന്നതുകൊണ്ടായി സാധിക്കുന്നത്, എനിക്ക് വേറെ ഇരിക്കാൻ മാർഗമില്ല, ഇതൊക്കെയാണോ ശരി എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രചരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയും BJP-ക്ക് CPM-ന് അത് കൃത്യമായിട്ട് അടി കിട്ടുകയും ചെയ്ത ഒരവസരത്തിൽ അത് തന്നെയാണ്, അല്ലെങ്കിൽ BJP-യും ശ്രീലേഖയും പറഞ്ഞതാണ് ശരിയെന്ന് ശബരിനാഥൻ, ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മേയറായിട്ടിരിക്കേണ്ട ആളാണ്. ശബരിനാഥൻ കൊച്ചാളല്ലല്ലോ, നേരത്തെ MLA ആയിട്ടിരുന്ന ആളാണ്. കാർത്തികേയൻ എന്ന് പറയുന്ന സ്പീക്കറുടെയും മന്ത്രിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. കാരണം കോൺഗ്രസ് DCC പ്രസിഡന്റ് ഇപ്പോൾ ആകുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അതായത് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളാണ് എന്ന് വിചാരിക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ പറച്ചിലിനകത്ത് ഇതാണ് ശരി. അവിടെ മൊത്തം ശരികേടും കാണിക്കുന്നത് ഒരുപക്ഷെ CPM ആണ്. അതായത് അധികാരം ഉപയോഗിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് CPM ആണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനകത്ത് BJP ആണെങ്കിൽ പോലും BJP-യുടെ ഭാഗമാണ് ശരി. ഇത് CPM-ന് വലിയൊരു പ്രശ്നത്തിലേക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ 40 കൊല്ലം കോർപ്പറേഷനകത്ത് ഇപ്പോൾ ഇവർ ആരോപിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് മനസ്സിലായോ? വന്നപ്പോൾ കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഈ ചെറിയ അധികാരം വന്നപ്പോൾ ഒരു MLA പോലും ഒരു കോർപ്പറേഷൻ മേയറെ ഉപയോഗിച്ച് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയ്ക്ക് ധാർഷ്ട്യമോ, ഇത്രയ്ക്ക് അല്ലെങ്കിൽ അധികാരം കിട്ടുമ്പോൾ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെയല്ല. ഈ 40 കൊല്ലം ഇതിനപ്പുറമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തോടുകൂടി BJP-ക്ക് ശ്രമിക്കുന്നതിനപ്പുറം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും അതിൻ്റെ കൂടെ കൂടുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പം ശബരിനാഥ് പറയുന്നൊരു കാര്യമുണ്ട്, താൻ എടുക്കുന്ന നിലപാട് വിഷയാധിഷ്ഠിതമാണ്. അതായത് BJP ഞാൻ സപ്പോർട്ട് ചെയ്യല്ല, ഈ വിഷയം വളരെ ക്ലിയറാണ്. അവിടെ ഈ പറയുന്ന കൗൺസിലറുടെ അവകാശങ്ങൾ, കൗൺസിലർക്ക് വേണ്ട ഓഫീസ്, ഈ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. പ്രശാന്തിന് വേണമെങ്കിൽ 31, 32 നമ്പറുള്ള 2 മുറികൾ
സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഓഫീസായിട്ട് പ്രവർത്തിക്കാം. ഞാൻ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ ശബരിനാഥ് പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ VK പ്രശാന്ത് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ എവിടെ ഇരിക്കണം, ഞാൻ എവിടെ ഓഫീസ് നടത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ശബരിനാഥ് അല്ല, ശബരിനാഥും സംഘിയായോ. അപ്പോൾ ഒരു സംഘിപ്പട്ടം ചാർത്തിയാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ഇവിടെ ശബരിനാഥ് ഉന്നയിക്കുന്ന കാര്യമുണ്ട്. കാരണം 250 രൂപയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഒരു കടമുറി വാടകയ്ക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് ലഭിച്ചിരിക്കാം. പക്ഷേ കാലം മാറുമ്പോൾ ഈ കടം മറിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് കൊടുക്കാം. 10,000, 20,000, 50,000 രൂപ വരെ വാടക കൊടുക്കാം. പക്ഷേ കോർപ്പറേഷനുമായിട്ടുണ്ടാകുന്ന പഴയ കരാർ അനുസരിച്ച് ആ പഴയ വാടക കൊടുത്താൽ മതി. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അത്തരത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്തും. അതെങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് അവർക്ക് താല്പര്യമുള്ളവരെ ഇവിടെ കൊണ്ട് നിയോഗിക്കുക, അല്ലെ അവർക്ക് കടകൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പ് നടത്താം. ഇവിടെ ശ്രീലേഖ ഒരു വലിയ അഴിമതിയുടെ ഒരു ചെറിയ അംശം ചുരണ്ടി പുറത്തേക്ക് എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇത്രയും കാലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച CPMന്റെ ഒരു അഴിമതി കഥകളും പുറത്തേക്ക് വരില്ല. കാരണം എല്ലായ്പ്പോഴും മേയർ അവർ തന്നെയാണ്. ഇവർക്ക് ഇനി കൗൺസിലർമാർക്ക് അറിയാം, ഉദ്യോഗസ്ഥർക്ക് അറിയാം. പക്ഷേ ഇവർക്കതിന് തെളിവുകൾ ഹാജരാക്കണ്ടേ? അതൊന്നും പറ്റുന്നില്ല. ഇവിടെ ശ്രീലേഖയ്ക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായി. കാരണം തനിക്ക് മുമ്പുണ്ടായിരുന്ന കൗൺസിലർ ഫയൽ വെക്കുന്നത് ബാത്റൂമിലാണ്. ശ്രീലേഖ പറഞ്ഞു എനിക്കത് പറ്റില്ല. ഞാൻ പ്രശാന്തിൻ്റെ അടുത്ത് വളരെ സൗമ്യമായിട്ട് ചോദിച്ചാണ്, പ്രശാന്തേ ആ റെക്കോർഡ്, അതായത് ഫോണിൽ നമ്മൾ സംസാരിച്ച റെക്കോർഡ് പുറത്തു വിടാമോ? അപ്പോൾ ശ്രീലേഖ സംസാരിക്കുന്നത് സൗമ്യമാണെങ്കിലും പ്രശാന്തിൻ്റെ സംസാരത്തിൽ CPMൻ്റെതായ ധാർഷ്ട്യം കലർന്നിട്ടുണ്ട്. ഞാനിത് തരാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ ഓടി വന്ന് പ്രതികരിക്കുന്നു, MP രാജേഷ് വന്ന് പ്രതികരിക്കുന്നു, അതുപോലെ തന്നെ ശിവൻകുട്ടി പ്രതികരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രതികരണം? മുൻ മേയർമാരെല്ലാം തന്നെ ഇത്തരത്തിൽ വഴിവിട്ട് ചില പ്രവർത്തനം നടത്തുന്നു. അതിൻ്റെ ഫലം ഉണ്ടാക്കിയത് ഒരു പ്രശാന്തോ ഒരു ശിവൻകുട്ടിയോ മാത്രമല്ല, CPM തന്നെ ഫലമുണ്ടാക്കി. CPMൻ്റെ ലോക്കൽ നേതാക്കൾക്ക് അതിൻ്റെ ഗുണമുണ്ടാക്കി. അപ്പോൾ ശബരിനാഥ് പറയുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ ഓഫീസ് എന്തുകൊണ്ട് പ്രശാന്ത് MLA കോട്ടേഴ്സിൽ നടത്തിക്കൂടാ? തിരുവനന്തപുരത്ത് നിന്ന് ആളുകൾക്ക് കോട്ടേഴ്സിൽ എത്താൻ വേണ്ടി വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കുറേ അഴിമതി കഥകൾ അടക്കി ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനല്ലേ മനസ്സിലാക്കാൻ പറ്റും? ഇതിനകത്ത് വലിയൊരു അബദ്ധം പറ്റി. ഇപ്പം സിനു ഇതിനകത്തൊന്നും നമുക്ക് അല്ലെങ്കിൽ അതിനകത്തൊന്നും മനസ്സിലാക്കണ്ടേ, ഈ ഒരു വിഷയം വരുമ്പോൾ ഇതൊരു ഫൈറ്റിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം പ്രശാന്ത് പറയും ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അന്നേരം BJPയുടെ സ്വഭാവം അങ്ങനെ എന്നാൽ ഞങ്ങൾ മേടിച്ചു നടന്നത്. അപ്പൊ ഇത് പൊതുമധ്യത്തിൽ ജനങ്ങളുടെ ഒരു ഫൈറ്റ് ആവും. ഈ ഫൈറ്റിന്റെ പ്രയോജനപ്പെടുത്താനാണ് CPM ചെയ്യുന്നത്. കാരണം MLA ഇറക്കി വിടാൻ ഒരു കോർപ്പറേഷന്റെ അധികാരം അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേനും ഒരു MLA ഇറക്കി വിടാൻ വേണ്ടി ഒരു കൗൺസിലറെ ഉപയോഗിച്ചിരിക്കുന്നു. അതും ഒരു നേരത്തെ വലിയ പോലീസാന്ന് പറഞ്ഞതിന്റെ ഗമയില്ലയോ? പോലീസ് തൊപ്പിയൊന്നും ഇപ്പൊ തലയിലൊന്നും ഇല്ലല്ലോ. അത് തന്നെ ഇപ്പൊ ട്രോളുകൾ വരുന്നുണ്ട്. അതായത് BJP പിന്നെ മേയറാക്കിയില്ല, അതുകൊണ്ട് DGP വന്നു. അല്ലെങ്കിൽ പോലീസ് തൊപ്പിയൊന്നും ഇപ്പൊ തലയിലൊന്നും ഇല്ല. ഈ രീതിയിലേക്ക് കൊണ്ടുവരാണ്. ഇത് വളരെ കൃത്യമായിട്ട് ഒരിക്കലും CPMന് ഇതുപോലൊരടി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ BJPക്ക് പോലും ഇത് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്തത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു പ്രശാന്തിനെ കൊണ്ടുവന്ന് പൊളിച്ച് വലിച്ച് കീറിയാൻ കൊടുത്തില്ലേ? ഞാൻ സൗമ്യമായിട്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ അനിയൻ, എൻ്റെ ആങ്ങള, എൻ്റെ മോൻ്റെ കല്യാണം നടത്തിയ ആളുടെ അടുത്ത് അതൊന്ന് മാറി തരണം എന്ന് പറഞ്ഞത്, മാറി തരണം എന്ന് പറഞ്ഞത് ഇത് കൊണ്ടുവന്ന് പൊതുമധ്യത്തിൽ കൊടുക്കാവോ? ഡീസൻ്റ് ഉള്ളവർ ചെയ്യുന്ന പരിപാടി. അതും ഒരു പറഞ്ഞു ഞാൻ എൻ്റെ ഇതിനകത്തൊന്നും ഒന്നും റെക്കോർഡ് ചെയ്യത്തൊന്നുമില്ല, അത് നമുക്ക് പറ്റിയ പണിയല്ല. പക്ഷെ പ്രശാന്ത് എല്ലാം റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞു, നമുക്ക് പോയി കേൾക്കാം വന്നാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് അവരുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പ്രശാന്തിന് ചോദിക്കുക, ഒന്ന് കേൾപ്പില്ല ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു. തീർന്നില്ലേ? CPMനെ അവര് ഒരു നിമിഷം കൊണ്ട് അങ്ങ് നമ്മൾ വലിച്ചേറിയെന്നല്ല, നമ്മൾ പണ്ട് ഈ വാമനൻ മാവേലിയെ ചവിട്ടി അങ്ങ് താഴ്ക്കത്തില്ല, അതുപോലെ അങ്ങായി. ഇതിനകത്ത് തിരിച്ചു കയറി വരാൻ വേണ്ടി ശ്രമിച്ചാൽ അത് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുന്നതാണല്ലേ, നാറാണക്കല്ലാവും. അതിനകത്താണ് ഇപ്പം ശബരിനാഥൻ കയറി പിടിച്ചിരിക്കുന്നത്. കാരണം ഇത് CPM ചെയ്തിരിക്കുന്നത് ചില അജണ്ടകളുടെ ഭാഗമായിരുന്നു. ശ്രീലേഖയുടെ ഭാഗത്താണ് ന്യായം അതെന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് വ്യക്തത വരുത്തി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഓഫീസ് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ശബരിനാഥൻ ടൗണിൽ MLA ആണല്ലോ, അയാൾക്ക് വേണമെങ്കിൽ അവിടെ നടത്തിയ, പക്ഷെ ദൂരക്കൂടുണ്ട്. പക്ഷെ അയാൾക്കവിടെ ഇവിടെ തന്നെ ഓഫീസ് ഉണ്ട്. ഇയാൾക്ക് ഇവിടെ പറ്റും, ഇയാൾക്ക് എങ്ങും പോകണ്ട. ഗവൺമെന്റ് ചിലർ MLA കോട്ടേഴ്സിൽ തന്നെ ഓഫീസ് പറ്റും. മനസ്സിലായില്ലേ? ആ സ്ഥാനം പൈസ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അതെനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ശ്രീലേഖ ഒരു ഓപ്പറേഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് BJPയുടെ മേയറും മറ്റ് കൗൺസിലർമാരും എല്ലാം കൂടെ എന്താ പറയാ മാന്തി വലുതാക്കി പൊതുജന മധ്യത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ CPM കുറച്ച് ഓടേണ്ടി വരും. അല്ലെങ്കിൽ മൂട്ടി തീ പിടിച്ചോളം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്.